അങ്ങനെ ഫാൻ ഓഫ് ആയിക്കണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് എണീക്കാനുള്ള സമയമായിന്ന്. അല്ലെങ്കിൽ സാധാരണ 9:30 ആകുമ്പോഴാണ് എണീക്കാറ്. പക്ഷെ ഇന്ന് 8:30 ആകുമ്പോൾ തന്നെ എണീറ്റ് താഴോട്ട് പോയി. കോളേജിൽ ഇപ്പോൾ സെം എക്സാം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ലീവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് വീട്ടിൽ നമുക്ക് രാവിലെ എണീച്ചിട്ട് താഴെ ഇറങ്ങണമെന്ന് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മിക്കവാറും ഞാൻ 8:30 മാക്സിമം 10 മണിക്ക് കൂടാറില്ല. 10 മണിയാവുന്നത് വരെ ഞാൻ കിടന്നിട്ട് ഉറങ്ങാറുണ്ട്. ഞാൻ പിന്നെ രാവിലെ എണീച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റ് ആവും. റസിൻ്റെ അടുത്ത് താഴെ ജുമ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും വീട്ടിലൊരു പണിയൊക്കെ തുടങ്ങുന്നത് ഒരു 10 മണിക്ക് ശേഷമല്ലേ. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് തന്നെയാണ് എണീക്കാറ്. എണീച്ച് താഴെ പോയാൽ നേരെ പോയിരിക്കുന്നത് ആ സ്റ്റെപ്പിലായിരിക്കും. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് റസിനോട് കുറച്ച് സംസാരിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെയായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇന്ന് പൂരി ആട്ടോ ഉണ്ടായത്. എനിക്ക് പൂരി അത്ര വലിയ ഇഷ്ടമില്ല. എനിക്ക് ഗോതമ്പ് കൊണ്ടുള്ള അത്ര പൂരി ചപ്പാത്തി അത്ര ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് 2 പൂരിയും പിന്നെ എൻ്റെ ഫേവറേറ്റാണ് റസിൻ്റെ ഇങ്ങനെ മുളകിട്ടത്. നമ്മൾ മഞ്ഞത്തണ്ണി എന്ന് പറയും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂട്ടിയിട്ടാണ് ഇന്ന് കഴിച്ചത്. സംഭവം എനിക്ക് കുറച്ച് DMs വന്നിട്ടുണ്ട്. നിങ്ങളെന്താ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്, അത് ഭയങ്കര റെയറാണല്ലോ എന്നല്ല. ഒന്നാമത് എനിക്ക് സമയം കിട്ടുന്നില്ല. അതുപോലെ എനിക്ക് ഈ ലോങ് വീഡിയോസ് എങ്ങനെ ഇടണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഇതുവരെ. അത് ഞാൻ അധികം അതിലത്രക്കും കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അധികവും ലോങ് വീഡിയോസ് സ്കിപ്പ് ചെയ്തിട്ട് ഷോർട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ മാത്രം ചെയ്താൽ ശരിയാവില്ലല്ലോ, ലോങ് വീഡിയോസും വേണ്ട. അതുകൊണ്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ, അതനുസരിച്ച് എനിക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളുണ്ടാവുമല്ലോ ഇപ്പുറം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലോട്ടായിരുന്നു. അവിടെ റസി അലക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഡ്രസ്സ്. നമ്മളിങ്ങനെ ഡെയിലി ഒന്നും അലക്കൂല, ഒരു 3 ദിവസം കൂടുമ്പോഴായിരിക്കും. കഴിഞ്ഞ 3 ദിവസവും ജുമ പനി വന്നിട്ട് ലീവാണ്. അപ്പോൾ ആ 3 ദിവസത്തെ അലക്കാണ്ട് പിന്നെ ഇനിയും വെച്ചാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് റസി അലക്കി ഉണക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി 2nd ഫ്ലോറിലാട്ടോ നമ്മൾ വിരിച്ചിടുന്നത്. അതിൻ്റെ സെറ്റപ്പൊക്കെ ആടെയായിരുന്നു. അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ആ സെർവൻറ്റ് ബെഡ്റൂം. ഇവിടെ കുറച്ച് മുമ്പൊക്കെ നമ്മൾ സാധനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്തത്. ഇവിടെയായിരുന്നു മുമ്പ് അയലൊക്കെ കിട്ടിയിട്ടുണ്ടായത്. ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം അവിടെ നിന്നെല്ലാം അഴിച്ച് മാറ്റിയതാണ്. 2nd ഫ്ലോർ ആ ഒരു ബെഡ്റൂം മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്പേസാണ് ടെറസ്. ഇവിടെയാ അയലത്തിടാനുള്ളതൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ഫ്ലൈറ്റ് പോകുന്നത് കാണാം. ഞാൻ ഒരു ഇത് മട്ടന്ന് വരുന്നത് അങ്ങോട്ടൊക്കെ പോകുന്ന ഫ്ലൈറ്റാണത്. ഇത് അങ്ങോട്ടും പോകുന്നതാണ് ഇങ്ങോട്ടും വരുന്നതും കാണാം. നല്ല വ്യൂ ആണ്, നല്ല ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഇച്ചിരി ദൂരമായിട്ടാണ് തോന്നുന്നത്. ഈ തുണി അയലത്തിടുന്നതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയും ഈ സബനും ഷെല്ലൻ്റെ കുഞ്ഞു പാൻസൊക്കെ ഉണ്ടാവില്ലേ. റബ്ബി അത് എത്ര എണ്ണം ഉണ്ടാവും പറയാം. അത് വിരിച്ചിടുന്നെന്ന് പറഞ്ഞാൽ ഒരു 1.5 ടാസ്ക്കാണ്. അത് കഴിഞ്ഞ് താഴെ പോകുമ്പോൾ കിഴന്ന് റസി അവിടെ ഫസ്റ്റ് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നുണ്ട്, തുടക്കുന്ന അടിക്കുന്നുണ്ട്. ഓൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അടിക്കുന്നത് തുടക്കുന്നത്. എനിക്കത് ഇഷ്ടമില്ല അത് പരിപാടി. ഞാൻ പിന്നെ പാത്രമൊക്കെ കഴുകും, എനിക്കതാ ഇഷ്ടം. എനിക്ക് കിച്ചണിൽ നിൽക്കാനേ ഇഷ്ടം, ഓൾക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനത്തെ പണി എനിക്ക് കാരണം 3 ദിവസമായല്ലോ ജുമ ഇല്ലാത്തത്. പിന്നെ വെച്ച് നിന്നാൽ ഓൾക്ക് എപ്പോൾ ശരിയാവതെന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തു അങ്ങനെയല്ല. ഇനി അത് കഴിഞ്ഞ് എനിക്കുള്ള പണിയാണ് ഈ പാത്രം കഴുകാൻ സെറ്റാക്കുന്നത്. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ പണിയൊക്കെ തീർത്തിട്ട് കുറച്ച് മിണ്ടാതിരിക്കാൻ പോകണം. ഇങ്ങനെ എടുത്ത് പറയാനും മാത്രം ഭാരിച്ച പണിയൊന്നും ഇല്ല ഇവിടെ. അതും കഴിഞ്ഞ് ശരിക്കും ഞാൻ ഒരു പഴം കഴിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോഴാ ഷെല്ലാതെ പേപ്പർ കടത്തിന്. ഈ പേപ്പർ വെച്ചിട്ട് അവനെ കുറച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനുണ്ട്. ഞാനും ചെക്കനും ഏകദേശം കിരിപ്പമ്മ പോലെ. ഓനിക്ക് പാര വെക്കാനുള്ള ഒരു ചാൻസും ഞാൻ വെറുതെ വിടാറില്ല. ഇത് പിന്നെ വീടിൻ്റെ നെയിം ബോർഡാണ് കേട്ടോ. ഇതുവരെ നെയിം ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ കുടിയായിട്ട് അത്രയല്ലേ ആയിട്ടുള്ളത്. നെയിം ബോർഡ് അങ്ങനെ സെറ്റാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ ബാക്ക് TV വെച്ച് കൊടുക്കാൻ വന്നു. ആ TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയാൽ അവൾ അവിടെ ഇരുന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മുറ്റത്ത് പോയിട്ട് അവിടെ വെയിലത്ത് കളിക്കുന്നുണ്ടാവും അവളുടെ വണ്ടി ഓട്ടിയിട്ട്. ഈ ചുട്ട വെയിലത്തായിരിക്കും അവൾ കളിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ കങ്കേ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ TV വെച്ച് കൊടുത്താൽ കുറച്ച് സമയങ്ങൾ ഓളിങ്ങനെ അടുക്കിയിരുത്താൻ പറ്റും. പിന്നെ ഓളെ ഫേവറേറ്റ് കാർട്ടൂൺ എന്ന് പറഞ്ഞ് ഈ സാധനമാണ്. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ മോർണിംഗ് റൊട്ടീനാണ്. ശരിക്കും ഇപ്പോൾ എൻ്റെ മോർണിംഗ് റൊട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് വന്നു ഇത് കാണാൻ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി. ഇനി എൻ്റെ പണിയാണെന്നുള്ളത്. കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ ഡ്രാമാസ് കാണുന്നത് ഒരുപാട് കുറഞ്ഞു. അല്ലെങ്കിൽ ഓൺഗോയിങ് ഡ്രാമാസ് ഒറ്റൊന്നും വിടില്ല. അതിൻ്റെ കറക്റ്റ് ഡേറ്റ് ആകുമ്പോഴേക്ക് ഞാൻ നോക്കും, വന്ന് ഉറങ്ങി എന്നിട്ട് ഞാൻ അങ്ങനെ കവർ ചെയ്ത് എല്ലാ ഡ്രാമാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ക്ലാസ് തുടങ്ങിയ ശേഷം അതൊക്കെ മാറി നേരെ പകുതിയായി, പിന്നെ ഇല്ലാണ്ടായി. ഇപ്പോൾ സെം എക്സാം, ഇപ്പോൾ സ്റ്റഡി ലീവ് കിട്ടിയപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങുന്നത്. ഇങ്ങനെ ഡ്രാമ കണ്ട് സൂചിച്ചിരിക്കുമ്പോൾ റസി താഴെ നിന്ന് വിളിക്കുന്നത് ചെപ്പൂ നിങ്ങൾ വാന്ന്. സംഭവം ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഇത് ഏകദേശം ഉച്ച സമയമായി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ വയ്ക്കുന്ന ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് കൊടുക്കാം. പക്ഷെ എന്നാലും വല്ലപ്പോഴും വരുന്ന ഒരു ഗസ്റ്റാണ്. അപ്പോൾ
പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന്. ചിക്കനൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് ശരിക്കും ഇത് പാറ പോലെ ഉണ്ട്. ഇത് ഞാൻ പിടിച്ച് വലിച്ചിട്ട് ഓരോന്നും ചിക്കൻ പീസ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അതൊന്ന് ഓരോന്ന് ഒറ്റയാക്കിയത്. ഭയങ്കര മസാല ഒന്നും ഉണ്ടാക്കുന്നില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബിരിയാണിയാണ് ഇഷ്ടം. അതായത് ഇങ്ങനെ മസാല വേറെ ചോറ് വേറെ അങ്ങനത്തെ ബിരിയാണി അത്ര വലിയ ഇഷ്ടം. ഇതിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇതാണ് കുറച്ച് പണിയും കുറവ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പറയണം, കാരണം ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ, ഒരു 1/4 മണിക്കൂർ ദമ്മിടാം. പിന്നെ അരമണിക്കൂറൊന്നും ആവശ്യമില്ല. ചോറ് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് ഇച്ചിരി സമയം ദമ്മിട്ടാൽ മതി. ഇച്ചിരി സമയം നമ്മൾ സാധാരണ ഒരു 1/4 മണിക്കൂർ അത്ര ഇട്ടാൽ മതി. അതിനിടയിൽ ഞാൻ പോയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അടിച്ചു. ഇപ്പോൾ കാണിക്കാവുന്ന ഈ പയറും മത്തി പൊരിച്ചയായിരുന്നു നമ്മൾ ശരിക്കും ഉച്ചക്ക് കഴിക്കാറുണ്ടായി. പക്ഷേ ഇവർ വരുന്നതുകൊണ്ട് ആകെ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ ചോറ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അടിപൊളി ബിരിയാണിയാണ്. ശരിക്കും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് മസാലയില്ല, കറക്റ്റ് ഉപ്പും ബാക്കിയെല്ലാം സെറ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബിരിയാണി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ബിരിയാണി എന്ന് പറയുന്നത് ഹോട്ടൽ സോഫ്റ്റിലത്തെയാണ്. ഇവിടുത്തെ മാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ബിരിയാണികൾ. പിന്നെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അതിൽ കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ അവർക്ക് ഫുഡ് കഴിച്ചാൽ പാട് ലൈം ടീ കൊടുക്കണ്ടേ, അപ്പോൾ ലൈം ടീ ഒക്കെ റെസി ഉണ്ടാക്കുകയായിരുന്നു. പിന്നെ അവർ ഫുഡ് കഴിച്ച് പോയതിന് ശേഷം ഞങ്ങളും കഴിച്ചു. ഞാൻ ഇരുന്ന സ്ഥലം നോക്കരുത്, കാരണം ഈ വീട്ടിൽ ഏത് മൂലക്കിരുന്ന് ഞാൻ ഫുഡ് കഴിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടേബിളിൽ തന്നെ ഇരുന്ന് കഴിക്കണമെന്ന് തോന്നിയില്ല. ഞാനിങ്ങനെ സീറ്റിൻ്റെ മുകളിൽ കയറിയിരുന്നോ അല്ലെങ്കിൽ സ്റ്റെപ്പിലിരുന്നോ അങ്ങനെയൊക്കെ കഴിക്കും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ടായി. ഷേലാൻ്റെ മദ്രസയിലോട്ട് അവൻ്റെ TC മേടിക്കാനായിട്ട്. അപ്പോൾ ഞാനും കാക്കക്കെല്ലാം കൂടിയിട്ടാണ് പോയത്. റജിക്ക് വരാൻ പറ്റിയിട്ടില്ല, കാരണം എന്നെ വീടങ്ങനെ അടിച്ചു പൂട്ടി പോകണ്ട. പിന്നെ അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല, നീ പോകുന്നു. അതുകൊണ്ട് ഞാനും സേബൊക്കെ അത് മേടിക്കാനായിട്ട് പോയി അങ്ങോട്ട്. എൻ്റെ സൗണ്ട് ഇച്ചിരി മാറിയിട്ടുണ്ടല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ സൗണ്ട് മാറിയത്. സംഭവം എനിക്ക് തണുപ്പിടിച്ചിട്ടുള്ളതായിരുന്നു, പക്ഷേ ഇത്രയും മാറ്റം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതെന്തോ മൂക്കിലെന്തോ ആരും പിടിച്ച് സംസാരിക്കുന്ന പോലെയുണ്ട് എൻ്റെ ഒച്ച. അങ്ങനെ പോയ കാര്യമല്ല, സെറ്റാക്കി. നമ്മൾ തിരിച്ച് വരുമ്പോൾ ഒരു വൈകുന്നേരം ആ ഒരു സമയമായിരുന്നു. വരുമ്പോൾ ചിക്കനും മേടിച്ച്, പിന്നെ റസി കല്ലുമ്മക്കായി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചായക്ക് അതും കൂട്ടി കഴിച്ചു വീട്ടിലെത്തി. ഈ കല്ലുമ്മക്കായ അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരുന്നതിന്. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഓൾറെഡി വീഡിയോസൊക്കെ ഇട്ടില്ല. പിന്നെ എന്തിനാ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ട് വെറുപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഗസ്റ്റ് വരുമ്പോൾ കുറേ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക്. ശരിക്കും ഇത് പിള്ളേരല്ല കഴിക്കുന്നത്, ഞാനാണ് കഴിച്ച് തീർക്കുന്നത്. പിന്നെ കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ റസി പറഞ്ഞു അല്ലെ പുറത്ത് കുറച്ച് മല്ലിക പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ മുട്ട് പറിക്കാൻ തന്നെ പോയത്. പക്ഷെ കുറേ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കുറേയൊന്നും വേണ്ട, 1-2 കിട്ടിയാലില്ല. അതെടുത്തിട്ട് നമ്മളിങ്ങനെ നിസ്കാരപ്പായൻ്റെ ഉള്ളിൽ വെക്കും. അതെന്തോ ഒരു മണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിസ്കാരപ്പായിനെ തുറക്കൂലേ, ആ കുപ്പായത്തിലൊക്കെ അപ്പം എന്തോ ഒരു പെർഫ്യൂമിന് പോലും അത്ര നല്ല അടിപൊളി മണം തരാൻ പറ്റില്ല. അത്രക്കും നല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. ശരിക്കും എൻ്റെ ഒരു ഡേ ഇങ്ങനെയായിട്ടോ കഴിഞ്ഞു പോകുന്നത്. ഇതിന് പ്രൊഡക്റ്റീവായിട്ട് ഞാൻ അത്ര പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാറില്ല. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷെ മടി കാരണം ഞാനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. മെയിൻ പ്രശ്നം എൻ്റെ മടിയാണെന്ന് പറഞ്ഞല്ലോ, അത് കാരണം എനിക്കിപ്പോൾ ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്നൊക്കെയാണ്. ഈ വീഡിയോ തന്നെ ഞാൻ എടുക്കാൻ എത്രമാത്രം എന്നെ പുഷ് ചെയ്തെന്ന് അറിയോ. ലോങ് വീഡിയോ എടുക്കുക റെസ്യൂം എടുക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്രക്കും മടി പിടിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. വൈകുന്നേരം നമുക്ക് സബാക്ക് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ടായിട്ടാ കളിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡ് കഴിക്കാൻ താഴോട്ട് വരുമ്പോൾ ആ കട്ട രാത്രിയിൽ കുടയും ബാഗ് ഇട്ടിട്ട് ഒരാൾ നടക്കുന്നുണ്ട്. ഷേലാൻ്റെ പഴയ കുടയും ഷേലാൻ്റെ കേജിലെ ബാഗ് വന്നത് ഇട്ട് നടക്കുന്നില്ല. പിന്നെ അവളുടെ പാവട തന്നെ അവളിട്ട് കാലുകൊണ്ട് ചവിട്ടി നടക്കുന്നു. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ, കാരണം ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങാൻ പോകാമെന്ന്. പിന്നെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ചാ.